നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ എല്ലാ കട്ടളപ്പാളികളാണെങ്കിലും എന്താണെങ്കിലും അവിടെയുള്ള വാജിവാഹനം ഉൾപ്പെടെയുള്ള എല്ലാ സ്വർണവും അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന വിവാദമായൊരു ഗാനമുണ്ടായിരുന്നു. ആ ഗാനം എനിക്ക് തോന്നുന്നൊരു കുഞ്ഞബ്ദുള്ള എഴുതിയതാണ്. റിയാദിലോ മറ്റോ ഇരുന്നിട്ട് അദ്ദേഹം എഴുതി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സംഭാവന ചെയ്ത് ട്യൂൺ ചെയ്ത് കൊടുത്തതാണ്. പോറ്റിയെ കേറ്റി ശബരിമല അയ്യപ്പൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു സോങ്ങിൻ്റെ ഈണത്തിലും താളത്തിലും എഴുതിയതാണ്. അത് റെക്കോർഡ് ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ആവോളം അവരത് ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഇതെങ്ങനെ ഹിറ്റായി എന്ന് ചോദിച്ചാൽ, ഈ പാട്ട് കൃത്യമായി നമ്മുടെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ MP-മാർ കൂട്ടമായി നിന്ന് പാടി. ആ പാടിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അത് അട്ടിമറിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിക്കളഞ്ഞിട്ട് പിന്നീട് എന്നിട്ട് അവരുടേതായ ഒരു പദ്ധതിയാക്കി ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു സമയമായിരുന്നു അത്. എന്നിട്ട് അതിനെതിരായി പ്രതിഷേധിക്കാൻ സഭയിൽ നരേന്ദ്രമോദിക്കെതിരായി ഒരു ചെറുവിരൽ അനക്കാനോ ഒന്ന് ശബ്ദിക്കാനോ പോലും ആവതില്ലാത്ത നമ്മുടെ കേരളത്തിലെ MP-മാരെല്ലാം അവിടെ പുറത്തിറങ്ങി നിന്നുകൊണ്ട് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പാട്ട് ഒരു ദേശീയ ഗാനം പോലെ അവിടെ നിന്നുകൊണ്ട് പാടുന്നതൊക്കെയാണ് നമ്മൾ കേട്ടത്. ലോക്സഭയിൽ പോയി പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതിഷേധിച്ചിട്ടോ ആര് കാണാൻ വന്ന് വരുന്നെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പ്രതിഷേധിക്കണ്ടേ. പക്ഷേ അത് അവരുടെ ഏറ്റവും പ്രധാനിയായ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ആ പാട്ട് അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ഗാനമാക്കി മാറ്റിയെടുക്കുകയും അത് ഭയങ്കര ഹിറ്റാവുകയും ചെയ്തു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വിവാദങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ശരിക്കും ഇതിനത് കെണി പറ്റിയത് സോണിയാഗാന്ധിക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDF-കാർ ഉണ്ടാക്കി വെച്ച ഒരു പരിപാടി, അതായത് എല്ലാവരും ഒരു പക്ഷേ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്നൊരു പരാതി ഉയർത്തുന്നു. ഇതേ പരാതി VD സതീശൻ നേരെ സഭയിൽ ഉന്നയിക്കുന്നു. അപ്പം തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് കണ്ട് ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠങ്ങൾ ഇതേ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അങ്ങനെ തുടങ്ങി വലിയ വിവാദമായ വസ്തുതകളെല്ലാം കൂടെ നിരന്നു വന്നപ്പോൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ആ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഇങ്ങനെ കൊണ്ടുപിടിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പാട്ടൊക്കെ പുറത്തേക്ക് വരികയും. കാര്യം എന്ന് വെച്ചാൽ ആ സമയത്താണ് N വാസുവിനെയും പത്മകുമാറിനെയും കൂടെ അകത്ത് SIT പിടിച്ച് അകത്തിട്ടിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണല്ലോ. അപ്പോൾ MLA ആയിട്ടൊക്കെ ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായും ഇതിൻ്റെ ഉത്തരവാദിത്വം CPM-ൻ്റെ തലയിലേക്ക് കൊണ്ട് ഇടാൻ സാധിച്ചു. അപ്പോൾ CPM-കാരെല്ലാം സ്വർണ്ണം കട്ട കള്ളന്മാരാണ്. ഈ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ ഈ പാട്ട് എഴുതുകയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് CPM-നെതിരായ ഒരു വലിയ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തത്. അപ്പോൾ തൊട്ടു പിന്നാലെയാണ് ചില ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. ആ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ചെയ്തത്. UDF ക്യാമ്പിനുള്ളിൽ പോലും ഒരു വലിയ ഞെട്ടലുണ്ടായി. അതിനൊന്ന് ന്യായീകരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം മാറ്റപ്പെട്ടു കഴിഞ്ഞു. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളും ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന ബെല്ലാരി റോത്തൻ ജുവലറിയുടെ ഉടമയായ ഗോവർദ്ധനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സോണിയാഗാന്ധിയോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ ചിത്രത്തിലേക്ക് കൂടുതൽ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് MP ആയിരിക്കുന്ന അടൂർ പ്രകാശുമുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി സോണിയാഗാന്ധിക്ക് സമ്മാനങ്ങൾ നൽകുന്നു. ഇതെല്ലാം നമ്മൾ കണ്ട് തുടങ്ങിയ കാഴ്ചകളാണ്. ഇപ്പം ഇതോടുകൂടി ഇങ്ങനെ ഒരു വിഷയം വരികയും ഈ വിഷയം പിന്നീട് സഭയിലേക്ക് എത്തുകയും ചെയ്തു. സഭയിലേക്ക് എത്തിയപ്പോൾ പ്രതിപക്ഷ ഇതിനെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒന്നിനെ ഇവിടെ അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-നെ കളിയാക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും MP രാജേഷ്, P രാജീവ്, ശിവൻകുട്ടി, K രാജൻ തുടങ്ങിയ മന്ത്രിമാരെല്ലാം കൂടി ഇതിനെ സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരാളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബെല്ലാരിയിലെ ഈ ഗോവർദ്ധനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് പുതിയ കഥകൾ ഉണ്ടാവുകയും ആ കഥകൾ കൂടുതൽ സോണിയാഗാന്ധിയുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏറെക്കുറെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അന്ന് രാഹുൽ ഗാന്ധി വല്ലാത്ത ഒരു നീരസം അനുഭവിച്ചിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സുരേന്ദ്രൻ പെട്ടെന്ന് രംഗപ്രവേശം ചെയ്യുന്നു. ആ രംഗപ്രവേശം ചെയ്യുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു വാചകം വരുന്നു. സോണിയാഗാന്ധിയുടെ സഹോദരി, ഇറ്റലിക്കാരിയായ സഹോദരിക്ക് അവിടെ ഒരു വലിയ ഷോപ്പുകളുണ്ട്. ഗൺപതി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആൻറ്റിക് പീസുകൾ, അതായത് പുരാവസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു വലിയ ഷോപ്പിൻ്റെ ഉടമയാണ് എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയിലെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അമൂല്യമാണ്, പ്രഷ്യസ് എന്ന് നമ്മൾ പറയും, വിലമതിക്കാനാവാത്തതാണ്.
അപ്പോൾ അത്തരം ഒരു പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കൾ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഈ പറയുന്ന ഇറ്റലിയിൽ ഇവിടേക്ക് കടത്തിയെന്ന് സുരേന്ദ്രൻ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അത് നമ്മൾ പറയുന്ന സ്വർണത്തിൻ്റെ ഇപ്പോൾ 1 പവൻ സ്വർണത്തിന് 1.25 ലക്ഷം രൂപയാണെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വിലയാണ്. കോടികളായിരിക്കും പക്ഷേ ആ ഇതിന് വിലമതിക്കുക. അപ്പോൾ അങ്ങനെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പുതിയൊരു ആരോപണവുമായി കെ സുരേന്ദ്രൻ കൂടി രംഗത്തേക്ക് എത്തിയപ്പോൾ ആകപ്പാടെ പ്രശ്നം സങ്കീർണമായി മാറുന്നു. അതായത് തിരിഞ്ഞുകൊത്തുന്ന UDF ഇറക്കിക്കൊണ്ടുവന്ന ഇതേ പാമ്പ് UDFനെ തിരിഞ്ഞുകൊത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞതോടുകൂടി തന്നെ സ്വന്തം അമ്മയെ, അത് ഇത്രയും പ്രായാധിക്യത്തോടു കൂടി ഇരിക്കുന്ന തൻ്റെ അമ്മയെ ഈ പറയുന്ന ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തെരുവിൽ വലിച്ചിഴക്കുകയും കേരളത്തിലെ വിധാനസഭയ്ക്കകത്ത് വെച്ച് ഈ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ തീർച്ചയായും ഒരു മകനെന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. ഇത് പലപ്പോഴേ അദ്ദേഹം ഈ നീരസം അറിയിച്ചെങ്കിലും പലപ്പോഴും ഇതൊന്നും പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നാലും അങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDFിലെ പല നേതാക്കന്മാരും, ഇപ്പം അടൂർ പ്രകാശിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പല നേരിട്ട് കണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചും ഒക്കെ ബന്ധമുണ്ട്. അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾക്ക് നിരവധി തവണ പല ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഈന്തപ്പഴമായിട്ടോ കവറുകളായിട്ടോ ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് ഉപഹാരം കൈപ്പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് അടൂർ പ്രകാശ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ഇപ്പോഴും SITയുടെ നിരീക്ഷണത്തിലും ഒക്കെ തന്നെയാണ് നമ്മുടെ അടൂർ പ്രകാശ് ഉള്ളത്. ഇടയ്ക്ക് ചോദ്യം ചെയ്യലിനായിട്ട് ചാക്കയിലെ ഓഫീസിലേക്ക് എത്തുകയും ആരും അറിയാതെ പിൻവാതിൽ വഴി സ്വകാര്യ വാഹനത്തിൽ കയറി തിരികെ പോവുകയും ചെയ്യുന്ന സമീപനമൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരാൾ തന്നെയാണ് ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന MP, ആന്റണി, നമ്മുടെ പത്തനംതിട്ട MP ആയിട്ടുള്ള അദ്ദേഹവും. അപ്പോൾ ആന്റോ ആന്റണിക്ക് അതോടൊപ്പം തന്നെ അവിടെ നെടുമ്പറമ്പിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആന്റോ ആന്റണിയെ സംബന്ധിച്ച് ആന്റോ ആന്റണിക്ക് എന്തൊക്കെയോ ചെറിയ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന പേരിൽ ആന്റോ ആന്റണിക്കെതിരായി പുതിയൊരു ആരോപണം ഉയരുന്നു. നെടുമ്പറമ്പിൽ അവിടെ നിന്ന് ഏകദേശം 2 കോടി രൂപയോളം അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങി എന്ന് പറയുന്നു. എന്നാൽ ആ തുക തിരിച്ചടച്ചിട്ടില്ല എന്ന് പറയുന്നു. തിരിച്ചടച്ചു എന്ന് ആന്റോ ആന്റണിയും പറയുന്ന ഒരു സാഹചര്യം. തന്ത്രി അതിനകത്തേക്ക് ഉൾപ്പെടുന്നു. എന്ന് വെച്ചാൽ UDF കോൺഗ്രസ് LDFിലുള്ള അംഗങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഇത് കൂടാതെ അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കള്ളൻ, ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ ജുവലറി ഉടമ, ഇവർക്കെല്ലാം ജൻപത് ടൺ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതി എങ്ങനെയാണ് സന്ദർശനം അനുവദിച്ചത് എന്നൊരു വലിയ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ജനങ്ങളുടെ മുന്നിൽ കിടപ്പുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിട്ടില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടില്ല, ഗോവർദ്ധൻ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യങ്ങളും പുറത്തേക്ക്, കൽപേഷ് ഉണ്ട് കേട്ടോ, കൽപേഷ് ഇവരുടെ ഇടനിലക്കാരനായിരുന്നു, ഇവരാരും ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന നമ്മുടെ ഗോവർദ്ധനും കൽപേഷും ഒക്കെ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിയത്? എന്നാൽ വീട്ടിലേക്ക് എത്തുക മാത്രമായിരുന്നില്ല എന്ന ചിത്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ചിത്രങ്ങളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ ഒരു വസ്തു കെട്ടിക്കൊടുക്കുന്നു, ഒരു സമ്മാനം നൽകുന്നു. ഈ സമ്മാനങ്ങളൊക്കെ രജിസ്റ്ററിൽ ഉള്ളതായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ യാതൊരു രൂപരേഖയും സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഒരാളുടെ മനസ്സിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇവിടെ അവശേഷിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുലിവാല് പിടിക്കാൻ പോകുന്ന സോണിയാഗാന്ധി എന്ന് പറയുന്ന നേതാവ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ BJP ഈ വിഷയം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അനുരാഗ് സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന അവിടുത്തെ യുവമോർച്ച നേതാവ് ഈ കാര്യങ്ങളെല്ലാം കൂടി എടുത്തിട്ട് അലക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പാട്ട് ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാർ. അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ ഈ പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ അടക്കമുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് പോറ്റി ഇവിടേക്ക് വരുന്നതെന്ന് മനസ്സിലാവുന്നു. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അടങ്ങുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് പിന്നീട് പോറ്റിയെ പല തവണയായിട്ട് ഈ ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ VS ശിവകുമാറിൻ്റെയൊക്കെ ഒത്താശയോടുകൂടി തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനക്കാരനായ ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് എത്തിച്ചത് എന്നിവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറയേണ്ട അവസ്ഥയെത്തി. അപ്പോൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ അനുരാഗ് സിംഗ് ഠാക്കൂർ അടക്കമുള്ള നേതാക്കന്മാർ, യുവമോർച്ചയുടെ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം എന്താണ്? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി?
സോണിയാഗാന്ധിക്ക് അപ്പോൾ സോണിയാഗാന്ധി അടക്കമുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കേസ് സിൻഡിക്കേറ്റുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണവും അവർ ഉന്നയിക്കുന്നു. അതായത് ഇവർക്കെല്ലാവർക്കും കൂടി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ്സുകാർക്ക് വ്യക്തമായ പങ്കുണ്ട്. കോൺഗ്രസ്സിലുള്ളവരെല്ലാം ഇതിൻ്റെ ഒരു സിൻഡിക്കേറ്റായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണമെല്ലാം കൂടി മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവർ പുറത്തേക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയുടെ വസതിക്ക് നേരെ ഇപ്പോൾ മാർച്ച് നടത്താൻ BJPക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും ഉന്നത ശീർഷയായ നേതാവിനെതിരായി BJP ഇപ്പോൾ മൂവ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? BJPക്കാർ ഇവിടെ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വാനിഷിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ് അവർ നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പടിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പടിയായിട്ടോ നമുക്കിതിനെ കാണേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായി നിൽക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിക്കെതിരായി CBI അന്വേഷണം വേണം എന്ന് പറയുന്ന ഒരു ആവശ്യമാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ അടക്കമുള്ള നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ താൻ തന്നെ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ സോണിയാഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ, ഉന്നത ശീർഷയായ നേതാവിനെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചത് കേരളത്തിലെ VD സതീശൻ അടക്കമുള്ള, കേരളത്തിലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള, K മുരളീധരൻ അടക്കമുള്ള, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ നോക്കിയേ എന്താണ് അവിടെ പുലർത്തുന്ന ഒരു കാര്യം? അവിടെ ഒരു വലിയ ഹിന്ദു വർഗീയ അജണ്ട പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് പിന്നെ ഉത്തരേന്ത്യ. അപ്പം അങ്ങനെയുള്ള ഒരു ഹിന്ദു വർഗീയ അജണ്ട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യയിൽ അവർക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി കത്തിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതിയുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട്. അപ്പോൾ നാളേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ മുച്ചൂടും കൊള്ളയടിക്കുകയും അവിടുത്തെ സ്വർണ്ണമെല്ലാം കൂടെ കൊള്ളയടിച്ചുകൊണ്ട് ഈ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്വർണ്ണക്കൊള്ള സിൻഡിക്കേറ്റ് ഇവർ ഈ സ്വർണ്ണമെല്ലാം കൂടെ പിടിച്ചെടുക്കുകയും ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു വലിയ തോതിലുള്ള ഒരു പ്രചരണം അവിടെ നടപ്പിലാക്കാനുമാണ് BJP ലക്ഷ്യമിക്കുന്നത്. ഇതോടുകൂടി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം പുലർത്തിപ്പോരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇത് കനത്ത തിരിച്ചടിയായി മാറും. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരാൾക്ക് മാത്രമല്ല എല്ലാ നേതാക്കന്മാർക്കും വലിയ തിരിച്ചടിയാവും. നാളെ ഒരിടത്ത് പോലും ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലും ഇത് തന്നെയായിരിക്കും പ്രധാനമായ ഒരു മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന അജണ്ട. ഒന്നാമതേ കോൺഗ്രസ് പാർട്ടി ഇപ്പം തന്നെ മെലിഞ്ഞില്ലാതെയാകുന്ന അവസ്ഥയിലാണ്. അപ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ BJP ഈ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ ഒരു പ്രതിഷേധം നടത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെ നടത്താൻ തുടങ്ങുന്നത്. ഇതോടുകൂടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഏകദേശം ദേശീയ തലത്തിൽ തന്നെ തീരുമാനമാകും. ഈ സോണിയാഗാന്ധിക്കെതിരെ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇയാളിപ്പോൾ പുറത്തേക്ക് വന്നതല്ലേ ഉള്ളൂ, നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ CBI അന്വേഷണത്തിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തെ കാലുവാരിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതുപോട്ടെ, അപ്പം ഇതിൽ അല്ലാതിരുന്ന ഒരാളെ പോലും CBI അന്വേഷണത്തിലൂടെ തീഹാർ ജയിലിൽ കുറച്ചു കാലം കിടത്താൻ കഴിഞ്ഞെങ്കിൽ BJP എന്ന് പറയുന്ന ഭരണകക്ഷിയായ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇതിൻ്റെ പേരിൽ കുറച്ച് നാൾ അകത്തിടാൻ സാധിക്കും. ഇതോടുകൂടി ഇവിടെ നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്നപ്പോൾ അവിടെ രേഖാ ഗുപ്ത എന്ന് പറയുന്ന BJPയുടെ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, അവിടുത്തെ ഭരണം തന്നെ പോയി. ഇനി ഒരു കാരണവശാൽ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയില്ല, കോടികൾ കോഴ വാങ്ങി എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല കെജ്രിവാളിനെ. അപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിലും തീരുമാനമായി എന്ന് പറയുന്നത് പോലെ ഈ രീതിയിൽ ഒരു CBI അന്വേഷണമോ മറ്റോ അവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയെ കുരുക്കി കഴിഞ്ഞാൽ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കനത്ത തിരിച്ചടിയായി തന്നെ മാറും. ഇതിനെല്ലാം വഴിയൊരുക്കിയതാരാ? കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ഇപ്പോഴും അവർ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇനിയും പറയാൻ അവർ മടിക്കും. കാരണം എന്താണ്? ഇനിയും അവർ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ CPM-ഉം LDF-ഉം നേരെ വീണ്ടും സോണിയാഗാന്ധിയുടെ പേരെടുത്തിടും. ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കും. അങ്ങനെ ചലനമുണ്ടായി കഴിഞ്ഞാൽ അത് ദോഷമുണ്ടാക്കാൻ പോകുന്ന സോണിയാഗാന്ധിക്കായിരിക്കും, ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനായിരിക്കും എന്നുള്ള ഒരു ബോധം ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടാകേണ്ടതാണ്. കോൺഗ്രസിന് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ഒരു വലിയ വിപത്തിലേക്ക് തന്നെയായിരിക്കും നീങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.